അപ്പൊ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിപ്പോ നിൽക്കുന്നത് സാങ്ച്വറി ഓഫ് ട്രൂത്തിന്റെ ഫ്രണ്ടിലാണ്. ഞങ്ങളുടെ ബാക്കിൽ കിടന്ന വലിയ പടുകൂറ്റൻ വുഡൻ ബിൽഡിംഗ്. അതെ, ഇതൊരു ടെമ്പിൾ അല്ല. ഇതിൽ കയറുന്നതിന് നമ്മള് കുറച്ച് ഡ്രസ്സൊക്കെ, ചെറിയ ഷോർട്സ്, ഷോൾഡർ കാണുന്ന ഡ്രസ്സ് അങ്ങനെയൊന്നും ഇടാൻ പാടില്ല. അങ്ങനെ കുറച്ച് റൂൾസ് ഉണ്ട്. പക്ഷെ ഇതൊരു ടെമ്പിൾ അല്ല, ഇതൊരു മ്യൂസിയം ആണ്. ായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അതായത് ഓരോ ഭാഗങ്ങളായിട്ട് ഇപ്പോഴും അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഒരു സൈഡിൽ ഫുൾ ആൾക്കാർ പണി ചെയ്യുന്നത്. ഫുൾ മെഷീൻ വർക്കൊന്നല്ല, കൈ കൊണ്ട് തന്നെ അവര് എല്ലാം ചെയ്യുന്നത്. ഒന്നിനും മെഷീൻ യൂസ് ചെയ്യുന്നില്ല. ആകെ തടി കട്ട് ചെയ്യാനും കാർവ് ചെയ്യാനും മാത്രം മെഷീൻസ് യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മള് വിസിറ്റേഴ്സിനെ ശല്യപ്പെടുത്താതിരിക്കാൻ, പൊടിയൊന്നും ആവാണ്ടിരിക്കാൻ അപ്പൊ അവിടെ അങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഓരോ സൈഡായിട്ട് പണി നടക്കുന്നുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് അകത്തെ എല്ലാ ഭാഗവും പണി കഴിഞ്ഞതാണ്. കുറെ ആൾക്കാര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ആക്ച്വലി ഇത് ലൈഫായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളാണ് ഓരോ പില്ലറിലും ഓരോ വർക്കിലും ചെയ്തു വെച്ചേക്കുന്നത്. നമ്മളെപ്പോലെ വേറെ ആരെയും കണ്ടൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇതാണ് മെയിൻ സെന്റർ ആണത്. ഈ മൊത്തം ഏരിയ ലൈഫിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഉള്ളിൽ മാത്രം കുറച്ച് ഏരിയ പ്ലെയിൻ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് അത് ഡെത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഡെത്ത് മീൻസ് ബ്ലാങ്ക്. അതുകൊണ്ടാണ് അതിന്റെ ഉള്ളില് ഒരു വർക്കും കാണാൻ പറ്റാത്തത്. ഉള്ളില് ബുദ്ധയുടെ റെലിക്സ് ആണുള്ളത്. റെലിക്സ് എന്ന് പറഞ്ഞാൽ തിരുശേഷിപ്പ്. അകത്തേക്ക് കയറണമെങ്കിൽ ഷൂ അതൊക്കെ കഴിച്ചു അകത്തെന്താന്ന് കാണിച്ചു തരാം. ഇതാണ് റെലിക്സ് ഓഫ് ബുദ്ധ. ഇവിടെ ചെയ്ക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഉള്ളിൽ ഫുള്ള് ഡെത്തിനെ സൂചിപ്പിക്കാനായിട്ടാണ് ഈ ബ്ലാങ്ക് ആയിട്ട് ഒന്നും ചെയ്യാതെ ഇട്ടിരിക്കുന്നത്. നമ്മളിപ്പോ നിൽക്കുന്നത് തായ്ലൻഡിലെ ഏറ്റവും കാലം ഭരിച്ച ഭൂമിബോൽ അഡുല്യതേജിന്റെ പ്രതിമയുടെ ഫ്രണ്ടിലാണ്. തായ്ലൻഡുകാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഇപ്പോഴും അവരുടെ മനസ്സിൽ ജീവിക്കുന്ന ഒരാളാണ് ഭൂമിബോൽ അഡുല്യതേജ് അഥവാ കിങ് രാമ നയൻ. രാമ നയൻ എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. പുള്ളിയുടെ 70 yearsലെ ഭരണത്തിൽ പുള്ളി കുറെ പ്രൊജക്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. റോഡിന്റെ അതായാലും കുറെ ഉപകാരമുള്ള കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ പുള്ളി ഇപ്പോഴും തായ്ലൻഡിൽ ഭയങ്കര ഫേമസ് ആണ്. അതുകൊണ്ട് തന്നെ സാങ്ച്വറി ഓഫ് ട്രൂത്തിൽ നമുക്ക് പുള്ളിയുടെ ഒരു റെസ്പെക്റ്റിന്റെ ഭാഗമായിട്ട് പുള്ളിയുടെ ഒരു പ്രതിമ വെച്ചേക്കുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്കറിയാം വീക്കിലെ ഓരോ ദിവസവും ഓരോ പ്ലാനറ്റ് ആയിട്ട് ബന്ധപ്പെടുന്നത്. പ്ലാനറ്ററി ഡേയ്സ് എന്നാണ് നമ്മൾ അതിന് പറയാറ്. സണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് സൺഡേ, പിന്നെ മൂൺ മൺഡേ, മാർസ്, മെർക്കുറി,
ജുപ്പിറ്റർ, സാറ്റേൺ അങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ അതിന്റെ ഒരു റിസംബ്ലൻസ് നമുക്ക് കാണാൻ പറ്റും. സെന്ററിലായിട്ട് സണ്ണിനെ വെച്ചേക്കണം. സണ്ണിന് ചുറ്റുമായിട്ടാണ് ഓരോ പ്ലാനറ്റും കാണാൻ കഴിയുക. സണ്ണാണ് മെയിൻ. സെന്ററിൽ സണ്ണിനെ കാണാം. ഇത് മൺഡേ. ഓരോരുത്തരും ഓരോരോ മൃഗത്തിന്റെ മുകളിലായിട്ടിരിക്കുന്നത്, ഓരോരോ ദൈവങ്ങളായിട്ടാണ് കാണിച്ചേക്കുന്നത്. പിന്നെ ഇവിടെ വന്ന ഗൈഡ് നമ്മളോട് ഇങ്ങനെ ചുമ്മാ ടൈം പാസ് ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഓരോരുത്തരും ജനിച്ച ദിവസം ഏതാണ്? ദിവസത്തിനനുസരിച്ച് ഓരോരോ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു. സാറ്റർഡേ ആണെങ്കിൽ അത്ര നല്ല എല്ലാവരും ഫുൾ ലൈഫ് ലോങ് സഫറിങ് ആയിരിക്കും. മൺഡേ ആണെങ്കിൽ ഹാപ്പി, അങ്ങനെയൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു. നമുക്കിപ്പോ ഏത് ഡേ ജനിച്ചാലും ഒരുപോലെയൊക്കെ തന്നെ. നമ്മൾ നേരത്തെ കണ്ട പ്ലാനറ്റ്സിന്റെ സണ്ണിന്റെയും കൂടെ ഇവിടെ ഒരു സൈഡിലായിട്ട് മദർ എർത്ത് ഉണ്ട്. ഓൺലി മദർ എർത്ത്, നോട്ട് ഫാദർ ഓഫ് എർത്ത്. ഓൺലി മമ്മ, നോട്ട് പപ്പ. മദർ എർത്തിനെ കാണാൻ പറ്റും നമുക്ക്. നമ്മുടെ പേഴ്സണാലിറ്റിനെ കുറിച്ച് ഗൈഡ് പറഞ്ഞു തന്നു. ആ സെയിം സാധനം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡേ ഓഫ് ബർത്തും പേഴ്സണാലിറ്റി ട്രേറ്റ്സും. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ഓരോന്നിനും ആ ദിവസം ജനിച്ച ആൾക്കാരുടെ പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. കോമൺ ഇയേഴ്സ്, മന്ത്, ലീപ് ഇയർ ഏതാ, കലണ്ടർ വൺ, ഇങ്ങനെ കുറെ ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. കണ്ടിട്ട് മനസ്സിലാവുന്നവർ കമന്റ് ചെയ്യാം. നമ്മളിവിടെ കേറിയപ്പോ തന്നെ നമ്മളോട് ഗൈഡ് പറഞ്ഞിരുന്നു, ഈ ബിൽഡിങ് ലൈഫിലെ ഓരോ കാര്യങ്ങളായിട്ട് മാത്രല്ല നമ്മളെ രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നൊക്കെ റെഫറൻസ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് ഈ ഒരു ഡിസൈൻ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ ആർട്ട് വർക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് കണ്ടോ, ലോർഡ് കൃഷ്ണ ലിഫ്റ്റഡ് ദ എൻറ്റയർ ഗോവർദ്ധൻ മൗണ്ടൻ ടു പ്രൊട്ടക്ട് ഹിസ് പീപ്പിൾ. പിന്നെ ഫ്രണ്ടിൽ എൻട്രൻസിൽ തന്നെ രാമായണത്തിന്റെ റെഫറൻസും പിന്നെ ഒരു ഗണപതി ഭഗവാന്റെ ഒരു ആർട്ട് വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ എല്ലാം മെഷീൻ വർക്ക് അല്ല, എല്ലാം ഹാൻഡ് വർക്കാണ്. എല്ലാം വളരെ പേഷ്യൻസോട് കൂടി അവർ പതിയെ 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 ചെയ്യുന്നത്. ചേച്ചിമാരുണ്ട് കേട്ടോ പണി ചെയ്യാനായിട്ട്, ചേട്ടന്മാര് മാത്രല്ല. ചേച്ചി എന്തോ കൊത്തുപണിയൊക്കെ ചെയ്യാം. വന്നാൽ എത്ര ടൈം വേണല്ലേ ഇങ്ങനെ ഫുൾ മരത്തിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് പണി. സമ്മതിച്ചു. മരത്തിന്റെ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഇരുമ്പോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ മെഷീനറി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ലിഫ്റ്റിന് മാത്രമാണ് കാണാൻ പറ്റുക. ലിഫ്റ്റ് ആക്ച്വലി പ്രഗ്നന്റ് ലേഡീസിനും വീൽ ചെയർ വിസിറ്റേഴ്സിനെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണിത്. ഇവിടെ വർക്ക് നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. വിസിറ്റേഴ്സിന്റെ ഒപ്പം ഇവിടെ സൈഡില് ഇനിയും വീണ്ടും പണികൾ നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് വന്നപ്പോ തന്നെ ഇങ്ങനൊരു ഹെൽമെറ്റ് എല്ലാവരും ധരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇത് ധരിച്ചിട്ട് വേണം അകത്ത് കയറാൻ എന്ന് പറഞ്ഞിരുന്നു. ഇത് വേണമെങ്കിൽ നമുക്ക് ടൈറ്റ് ആക്കാൻ പറ്റും. ഇവിടെ വെച്ചിട്ട് ടൈറ്റ്.
എല്ലാവരും കാണാൻ പറ്റും ഈ ഹെൽമെറ്റ് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി അവരിത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഇവര്. നമുക്കും എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് പോകാം. സാങ്ച്വറി ഓഫ് ട്രൂത്തില് എല്ലാ പില്ലേഴ്സിനും ഓരോ ഓരോ കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ടാന്ന് ഞാൻ പറഞ്ഞു. ഓരോ പില്ലറും റെസ്പെക്ട്, അതുപോലെ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ്, പിന്നെന്താ ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് ഒക്കെ കാണിക്കുന്ന കുറെ പില്ലർ. അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ പാടില്ല, ഈക്വാലിറ്റി, അതിനൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കുറെ ആർട്ട് വർക്ക് ഇതിലുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മള് ഇതിന്റെ ഓണർ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഫാമിലിക്കാണ്. നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. കാരണം ഏറ്റവും എക്സിറ്റിലായിട്ട് ഒരു അച്ഛനും അമ്മയും കൊച്ചുങ്ങളും ഉള്ളൊരു ഫാമിലിയാണ് കാണിക്കുന്നത്. ഇത് ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് ആണ് ഇത് മനസ്സിലാവും. ഇതൊരു നല്ലൊരു പിക്ചർ സ്പോട്ട് കൂടിയാണ്. കുറെ ആൾക്കാർ ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ടായിരുന്നു.